So next is requirements for effective control. And the first requirement is suitability. അതായത് it should suit the needs of the organization. Okay. Then flexibility, അതായത് നമ്മുടെ കൺട്രോൾ സിസ്റ്റം അത് ഫ്ലെക്സിബിൾ ആയിരിക്കണം, അതായത് ഏത് ചേഞ്ചിങ് സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ എക്കണോമിക്കൽ ആൻഡ് സിമ്പിൾ. ഓക്കെ, സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ടു ദി അഡ്മിനിസ്ട്രേറ്റർ. അഗെയിൻ നെക്സ്റ്റ് ഇസ് മോട്ടിവേഷൻ. അതായത് ഒരു ഗുഡ് കൺട്രോൾ സിസ്റ്റം എന്ന് വെച്ചാൽ അത് ഇറ്റ് ഷുഡ് ഗീവ് അറ്റൻഷൻ ടു ഹ്യൂമൻ ഫാക്ടേഴ്സ്. ഓക്കെ. ദെൻ ഫോർവേഡ് ലുക്കിംഗ്, അതായത് ഇറ്റ് ഷുഡ് ലുക്ക് ഫോർവേഡ് ടു ദി ഫ്യൂച്ചർ. ദെൻ ഒബ്ജക്റ്റീവ്, അതായത് ഒരു ക്ലിയർ ആയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവ് വേണം. ആൻഡ് ദാറ്റ് ഒബ്ജക്റ്റീവ് ഷുഡ് ബി ക്വാണ്ടിഫയബിൾ ആൻഡ് വെരിഫയബിൾ. അതായത് ഒരു പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്ന, അതായത് അതൊരു പെർട്ടിക്കുലർ വാല്യൂ ആയിരിക്കണം, ലൈക്ക് പെർസെൻറ്റേജോ അങ്ങനെ ഒരു ക്വാണ്ടിഫയബിൾ വാല്യൂ ആയിരിക്കണം. ഓക്കെ, ആൻഡ് ഇറ്റ് ഷുഡ് ബി വെരിഫയബിൾ. ദെൻ ഓർഗനൈസേഷൻ, ഇറ്റ് ഷുഡ് റിഫ്ലക്റ്റ് ഓൺ ദി ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് നീഡ്സ്. പിന്നെ ഒരു കറക്റ്റീവ് ആക്ഷൻ അതിലേക്ക്, അതായത് ആ കൺട്രോൾ സിസ്റ്റം കറക്ഷൻസ് ചെയ്യണം. ഓക്കെ, ഒരു കറക്റ്റീവ് ആക്ഷനിലേക്ക് ലീഡ് ചെയ്യണം. ആൻഡ് മിനിമം ടൈമും അതുപോലെ ഒരു ക്വിക്ക് റിപ്പോർട്ടും, ഓക്കെ, ഡീവിയേഷൻ്റെ ഒരു ക്വിക്ക് റിപ്പോർട്ടും ഇതിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, സോ ദീസ് ആർ ദി റിക്വയർമെൻറ്റ്സ് ഫോർ എഫക്റ്റീവ് കൺട്രോൾ. നെക്സ്റ്റ് ഇസ് കൺട്രോൾ ടെക്നിക്സ്. അപ്പോൾ കൺട്രോൾ ടെക്നിക്സ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു മെഷർ ചെയ്യാനായിട്ട്, ഡീവിയേഷൻ മെഷർ ചെയ്തിട്ട് അതിന് കറക്റ്റീവ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡിനെയാണ് കൺട്രോൾ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതിൽ രണ്ട് ടൈപ്പ് കൺട്രോൾ ടെക്നിക്സ് ആണ് ബേസിക്കലി ഉള്ളത്. ഫസ്റ്റ് ഇസ് ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ് ആൻഡ് നെക്സ്റ്റ് നോൺ ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ്. ഓക്കെ, ബഡ്ജറ്ററി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ബഡ്ജറ്റ്സ്. ഓക്കെ, അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ബഡ്ജറ്റ് ആണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ആയിട്ട്. ആൻഡ് നോൺ ബഡ്ജറ്ററി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നോട്ട് കണക്റ്റഡ് ടു ദ ടെക്നിക് വിച്ച് ഇസ് നോട്ട് കണക്റ്റഡ് ടു ബഡ്ജറ്റ്സ്. ഓക്കെ, സോ ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. നെക്സ്റ്റ് ഇസ്, സോ ബഡ്ജറ്ററി കൺട്രോൾ ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമൈനിങ് വേരിയസ് ബഡ്ജറ്റ്സ്. ഓക്കെ, സോ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിലെയും ഡിഫറെൻ്റ് ആയിട്ട് ഓർഗനൈസേഷൻ വർക്കിംഗ് ചെയ്യാനായിട്ടുള്ള ബഡ്ജറ്റ്സ് ഡിറ്റർമൈൻ ചെയ്യുക. ഓക്കെ, ആൻഡ് ഇത് ഈ ഓരോ ബഡ്ജറ്റ്സും പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, സോ ബൈ പ്രിപ്പയറിങ് ദിസ് ബഡ്ജറ്റ്സ് വി ആർ കൺട്രോളിങ് ദി കോസ്റ്റ്. ഒരു കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാനായിട്ട്, ഓക്കെ, ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. And it is done with the intention of minimizing the wastages and maximizing efficiency. അപ്പോൾ ഒരു എഫിഷ്യൻറ്റ് ആൻഡ് മിനിമം വേസ്റ്റേജ് ആയിട്ടുള്ളൊരു കൺട്രോൾ സിസ്റ്റം. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് എൻ ഓവറോൾ മാനേജ്മെൻറ്റ് ടൂൾ. സോ കൺട്രോളും പ്ലാനിങ്ങും, സോ ദീസ് ആർ ദി, അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മാനേജ്മെൻറ്റ് ഫങ്ഷൻസ് ആണ് പ്ലാനിങ്ങും കൺട്രോളും. അപ്പോൾ ഈ കൺട്രോളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഓക്കെ, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ടൂളാണ് ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്സ്. ഓക്കെ, അഗെയിൻ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ പ്രോപ്പർ കോർഡിനേഷൻ, അതായത് നമ്മൾ ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ ഒരു പ്രോപ്പർ കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫോർ മെഷറിങ് ദി മാനേജീരിയൽ പെർഫോമൻസ്. ഓക്കെ, അതായത് ആ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് ആക്ച്വലും സ്റ്റാൻഡേർഡും കൂടെ കമ്പയർ ചെയ്തിട്ട് ഒരു മാനേജീരിയൽ പെർഫോമൻസ് റേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ഇംപ്രൂവ്സ് ദി പ്ലാനിങ് ഇൻ എൻ ഓർഗനൈസേഷൻ, കമ്പൽസ് ദി മാനേജർ ടു ആൻറ്റിസിപ്പേറ്റ് ആൻഡ് പ്രിപ്പയർ ഫോർ ചേഞ്ചിങ് കണ്ടീഷൻസ്. സോ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അഡാപ്റ്റ് ചെയ്യാനായിട്ട് കമ്പൽ ചെയ്യും. ദെൻ പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും, അതുപോലെ പ്രോഫിറ്റും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ, അതായത് വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിൾ ആണോ, അതായത് ഓപ്പറേഷൻ സ്മൂത്ത് ആയിട്ട് പോകാനായിട്ടുള്ള വർക്കിംഗ് ക്യാപിറ്റൽ അവൈലബിൾ ആണെന്ന് എൻഷുർ ചെയ്യും. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ടേക്ക് കറക്റ്റീവ് ആക്ഷൻ അറ്റ് ദി റൈറ്റ് ടൈം ആൻഡ് ഇറ്റ് ഫൈൻഡ്സ് ഔട്ട് ദി വീക്ക് ഏരിയാസ്. അപ്പോൾ ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ്. നെക്സ്റ്റ് ഇസ് ലിമിറ്റേഷൻസ്. സോ ലിമിറ്റേഷൻസിൽ വരുന്നത് ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ടെങ്കിൽ ദ സിസ്റ്റം വുഡ് ബിക്കം ഇൻഎഫക്റ്റീവ്. ആൻഡ് നോൺ അവൈലബിലിറ്റി ഓഫ് കറക്റ്റ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ. സോ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സിൽ നിന്നുമാണ് ബഡ്ജറ്റ് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡേറ്റ, ഓക്കെ, മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ഡേറ്റ അല്ലെങ്കിൽ അവൈലബിൾ അല്ല എങ്കിൽ ദാറ്റ് പ്രിപ്പറേഷൻ ആ ഒരു എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, അതുപോലെ കോസ്റ്റ് എക്സ്പെൻസീവ് ആണ് ആൻഡ് ഇറ്റ് ടേക്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്. ഇറ്റ് ഈസ് ഇൻഫ്ലെക്സിബിൾ ആൻഡ് റിജിഡ്, അതായത് ഇറ്റ് വിൽ റിമെയിൻ, നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്താൽ ദറ്റ് വിൽ റിമെയിൻ സെയിം ഫോർ സെവറൽ ഇയേഴ്സ്. ഓക്കെ, അഗെയിൻ ബഡ്ജറ്റ്സിനെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ബഡ്ജറ്റ്സ് അത് സ്റ്റാൻഡേർഡ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് ബഡ്ജറ്റ്സ്. ഓക്കെ, ബഡ്ജറ്ററി കൺട്രോൾ ടെക്നിക്കിൽ. അപ്പോൾ ബഡ്ജറ്റിനെ ഫസ്റ്റ് നമ്മൾ ബഡ്ജറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കണം. So budgets based on function, time and rigidity we can classify basically into 3.
അഗെയിൻ ഇതിൽ ഓരോന്നിൻ്റെയും ക്ലാസിഫിക്കേഷൻസ്. ഓക്കെ, സോ ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ സെയിൽസ് ബഡ്ജറ്റ്, അതായത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റൽ ഫങ്ഷൻസ് അനുസരിച്ച് നമ്മൾ ബഡ്ജറ്റ്സ് പ്രിപ്പയർ ചെയ്യും. ഫസ്റ്റ് സെയിൽസ് ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എക്സ്പെക്റ്റഡ് സെയിൽസിൻ്റെ ഒരു ബഡ്ജറ്റ്. പ്രൊഡക്ഷൻ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ടോട്ടൽ ഫോർകാസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട്. ഓക്കെ, സോ അതിന് വെച്ചൊരു ബഡ്ജറ്റ് പ്രിപ്പറേഷൻ. ദെൻ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ബഡ്ജറ്റ്. ഓക്കെ, സോ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ എത്ര യൂണിറ്റ്സ്, എത്ര വോളിയം നമ്മൾ പ്രിപ്പയർ ചെയ്തോ അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഓരോ യൂണിറ്റിൻ്റെയും കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അതായത് അതിൻ്റെ യൂണിറ്റ് റേറ്റ് ഇൻറ്റു ദ ക്വാണ്ടിറ്റി മൾട്ടിപ്ലൈ ചെയ്യാൻ നേരത്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ദെൻ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ്. ദെൻ ഡയറക്റ്റ് ലേബർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഫോർ ലേബർ റിക്വയർമെൻറ്റ്സ്. ദെൻ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ലൈക്ക് പ്ലാന്റ്, മെഷീനറി, എക്യുപ്മെൻറ്റ്, ഓക്കെ, ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ്. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് വെച്ചാൽ പോളിസീസ്, സാലറീസ്, ഓക്കെ, വർക്കേഴ്സിനും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊക്കെയുള്ള സാലറീസ്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടൈം, സ്പേസ്, മെറ്റീരിയൽ ആൻഡ് പ്രൊഡക്റ്റ്. ദെൻ ക്യാഷ് ബഡ്ജറ്റ്സ്, ഓക്കെ, അതായത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ്. പിന്നെ പ്രോഫിറ്റ് ബഡ്ജറ്റ്സ്, അതായത് കോസ്റ്റ് ആൻഡ് റവന്യൂ, ഓക്കെ, ഇൻകം ആൻഡ് what we are getting that output, okay, revenue budgets. Again time classification, so based on time, long term, short term and current. Long term എന്ന് പറയുമ്പോൾ 5 to 10 yearsന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്, and 1 to 2 years it is short term, and week to months, അതായത് കറൻറ്റ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആണെങ്കിൽ the current budget. Again rigidity എന്ന് വെച്ചാൽ based on the its flexibility. ഓക്കെ, അപ്പോൾ അത് ഫിക്സ്ഡ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിജിഡ്, ഒരു റിജിഡ് ആയിട്ടുള്ള ബഡ്ജറ്റ് ദറ്റ് റിമെയിൻസ് ദി സെയിം, അത് ഫിക്സ്ഡ് ബഡ്ജറ്റ്. ദെൻ ഫ്ലെക്സിബിൾ. ദെൻ ഓൾട്ടർനേറ്റീവ് ബഡ്ജറ്റ്സ് എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ലെവൽസ്, അതായത് ലോ ലെവൽ, ബോട്ടം ലെവൽ ആൻഡ് ടോപ്പ് ലെവൽ. സോ ഇത് ഓരോ ലെവൽസിലെയും മാനേജേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നത്, സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നതാണ് ഓൾട്ടർനേറ്റീവ് ബഡ്ജറ്റ്സ്. ഓക്കെ, അഗെയിൻ സപ്ലിമെൻ്ററി ബഡ്ജറ്റ്സ് എന്ന് വെച്ചാൽ ഒരു ഇനിഷ്യലായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ബഡ്ജറ്റ്, അതായത് മിനിമം ഒരു പ്രിലിമിനറി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ബഡ്ജറ്റാണ് സപ്ലിമെൻ്ററി ബഡ്ജറ്റ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദ മിനിമം ബഡ്ജറ്റ്. ആൻഡ് മാസ്റ്റർ ബഡ്ജറ്റ് എന്ന് വെച്ചാൽ എല്ലാ ഫങ്ഷണൽ ബഡ്ജറ്റ്സും കൂടെ അതിൻ്റെ എല്ലാം ഒരു ടോട്ടാലിറ്റിയാണ് മാസ്റ്റർ ബഡ്ജറ്റ്. ഓക്കെ, സോ ക്ലിയർ.